ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മുരിങ്ങക്കായുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ധാരാളം മുരിങ്ങക്കായ കിട്ടുമല്ലോ. അപ്പോൾ മുരിങ്ങക്കായ വെച്ച് നമ്മൾ സാമ്പാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നമ്മൾ എന്തുണ്ടാക്കും? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. മുരിങ്ങക്കായയും അതുപോലെ ചെറിയുള്ളിയും മല്ലിപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു തീയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ മുരിങ്ങക്കായ നമ്മളിതാ ഫ്രഷ് ആയിട്ട് മരത്തുനിന്ന് ഇപ്പോൾ തന്നെ പറിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരുപാട് മൂത്തതായിട്ടും ഒരുപാട് ചള്ളായിട്ടുള്ള മുരിങ്ങക്കായ എടുക്കാതിരിക്കുക. ഒരു ഇടത്തരമുള്ള മുരിങ്ങക്കായകൾ എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി വറുത്തെടുക്കലാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കരിയാതെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ സാമ്പാറിനൊക്കെ നമ്മൾ വറുക്കുമ്പോൾ നല്ലൊരു മണം വരില്ലേ, അതുവരെ നമ്മൾ മൂപ്പിച്ചെടുത്താൽ മതി. പൊടി നമ്മളിതാ നന്നായിട്ട് മൂപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പൊടിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്കായ ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കഷ്ണങ്ങളെ ഒന്ന് വേവിച്ചെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പൊടിയുപ്പും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നതേ ഇല്ല. അപ്പോൾ കുറച്ചധികം മുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് മുരിങ്ങക്കായ്ക്ക് ഒരുപാട് വേവില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഗ്രേവിയുടെ അനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുപ്പത്ത് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വേവിച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് ഗ്യാസ് കിട്ടാനില്ല, അതുപോലെ തന്നെ വിലയും ഒരുപാട് കൂടുതലായതുകൊണ്ട് കൂടുതലായിട്ടും വിറകടുപ്പിനെ തന്നെയാണ് കേട്ടോ ആശ്രയിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മുരിങ്ങക്കായ കഷ്ണങ്ങൾ വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്, കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മൂടി വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മല്ലിപ്പൊടിയും കൂടെ ഈ കഷ്ണങ്ങളിൽ ഒന്ന് നന്നായിട്ട് പിടിക്കുന്ന വിധം ചാറൊന്ന് കുറുകി വരുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ചു വെക്കണമെന്നില്ല, തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഇതിനൊന്ന് കുറുക്കിയെടുക്കണം. ഒരു ഗ്യാപ്പിൽ നമ്മൾ കുറച്ചധികം ചെറിയുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത്തിരി ലൂസായിട്ട് നമ്മൾ ഇരിക്കുന്നത് കണക്കാക്കണ്ട, നമ്മുടെ ചാറ് ഇരിക്കുന്നതോടും കുറുകി വന്നോളും. ഇനി ഈ ഒരു സമയത്ത് നമ്മളിതാ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത ചെറിയുള്ളി, കുറച്ച് അധികം തന്നെ ചെറിയുള്ളി ചേർത്തോളൂ കേട്ടോ. ചെറിയുള്ളിയാണ് ഈ ഒരു കറിയുടെ അല്ലെങ്കിൽ ചെറിയൊരു തീയലിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് കളറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒരു നല്ല മണം വരുന്നത് വരെ മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയുള്ളി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്കായയിലേക്ക് നമ്മൾ ഈ ചെറിയുള്ളി അതുപോലെ തന്നെ എണ്ണയും എല്ലാം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയെന്ന് നമുക്ക് പറയാം. ഇനി ഒരു 1-2 മിനിറ്റ് ചെറുതായിട്ട് നമ്മൾ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറിവേപ്പില ഇട്ടു. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് നമ്മൾ അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്വാദിഷ്ടമായിട്ടുള്ള മുരിങ്ങയ്ക്ക തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതിനെ തീയൽ എന്നാണ് വിളിക്കുക. അപ്പോൾ തീയൽ സാധാരണ നമ്മളുണ്ടാക്കുന്ന തീയൽ വെച്ചിട്ട് ഇതിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് ഈ കറിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലേബർ ഇന്ത്യയുടെ പുറകുവശത്ത് വരുന്ന ചെറിയൊരു കുക്കിംഗ് ട്യൂട്ടോറിയലിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷിച്ച് വരുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.